ഇന്ന് മിക്ക ഗർഭിണികളിലും സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് ബ്ലീഡിങ്. ഒരു കറയായിട്ടോ കുറച്ച് രക്തത്തുള്ളികളായിട്ടോ കാണാം. എന്നാൽ ചിലരിൽ ഇത് കുറച്ചധികം അളവിൽ രക്തം പോകുന്നതും കാണാം. സാധാരണഗതിയിൽ ഇത് പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ബ്ലീഡിങ്ങിൻ്റെ ഒപ്പം ശക്തമായ നാഡീവേദന, ക്ഷീണം, തലകറക്കം, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇത് ചിലപ്പോൾ ഗർഭം അലസിപ്പോകുന്നതിൻ്റെ ലക്ഷണവും ആവാം. ഗർഭകാലത്ത് ബ്ലീഡിങ് കാണുമ്പോൾ അതിൻ്റെ നേച്ചർ, കളർ, കൺസിസ്റ്റൻസി എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രൗൺ കളറിലാണ് ബ്ലഡ് കാണുന്നതെങ്കിൽ അത് പൊതുവെ ഓൾഡ് ബ്ലഡ് ആയിരിക്കാനാണ് സാധ്യത. അതിനോടൊപ്പം നാഡീവേദനയോ മറ്റു ബുദ്ധിമുട്ടോ ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടയായിട്ട് പോവുകയോ അല്ലെങ്കിൽ ഈ ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ എന്തെങ്കിലും നാഡീവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. ഭ്രൂണം ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിനാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 8 മുതൽ 14 ദിവസത്തിനുള്ളിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ സമയത്ത് ചിലരിൽ ഇതൊരു പിങ്ക് കളറിലോ അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളറിലോ ബ്രൗൺ കളറിലോ സ്പോട്ടിങ് ആയിട്ട് കാണാം. ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തൊരു കാരണമാണ് സെർവൈക്കൽ ചേഞ്ചസ്. ഗർഭത്തിൻ്റെ ആദ്യത്തെ മാസങ്ങളിൽ സെർവിക്സിൻ്റെ ഭാഗത്തേക്ക്, സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖം, അവിടേക്ക് രക്തയോട്ടം കൂടുന്നതിനാൽ ലൈറ്റ് ബ്ലീഡിങ് കാണുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതും അബോർഷനൊരു സാധ്യതയായിട്ട് വരില്ല. പിന്നെ ഒരു കാരണം എക്ടോപിക് പ്രഗ്നൻസിയാണ്. ഗർഭം ഗർഭപാത്രത്തിൽ അല്ലാതെ മറ്റുള്ള ഭാഗത്ത് ഉണ്ടാവുന്നതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതിന് ശക്തമായ വയറുവേദനയും ബ്ലീഡിങ്ങും ഉണ്ടാവാം. ഇത് ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പിന്നെയുള്ളതാണ് ത്രെറ്റൻഡ് അബോർഷൻ. ഇത് ആദ്യത്തെ 3 മാസങ്ങളിലാണ് പൊതുവെ കാണുന്നത്. പെട്ടെന്ന് അബോർഷൻ ആവുന്ന പോലെ ബ്ലീഡിംഗ് കാണുകയും എന്നാൽ സ്കാനിങ്ങിലോ മറ്റോ ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രഗ്നൻസി ഈ കേസുകളിൽ വിജയകരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബ്ലീഡിങ്ങിനുള്ള കാരണങ്ങൾ. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകുമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു കാരണമാണ് പ്ലാസെൻ്റ പ്രിവിയ. പ്ലാസെൻ്റ പ്രിവിയ എന്ന് പറഞ്ഞാൽ പ്ലാസെൻ്റ ഗർഭാശയ മുഖത്തെ കവർ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് ഗർഭം തുടരുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൂടുതൽ റെസ്റ്റൊക്കെ എടുത്താൽ ഈ പ്ലാസെൻ്റ മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ചിലരിൽ ഇത് ഗർഭാശയ മുഖത്തെ കവർ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കും. അങ്ങനെയുള്ള കേസുകളിൽ സിസേറിയൻ ആവശ്യം വരും. പിന്നെ അടുത്തതാണ് പ്ലാസെൻ്റൽ അബ്രപ്ഷൻ. പ്ലാസെൻ്റൽ അബ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസെൻ്റ ഗർഭാശയ ഭിത്തിയിൽ നിന്നും അടർന്നു മാറുന്നതിനാണ് പ്ലാസെൻ്റൽ അബ്രപ്ഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് നല്ലവണ്ണം ബ്ലീഡിങ്ങും അതുപോലെ വേദനയും ഉണ്ടാവും. ഇത് കുറച്ചും കൂടി കരുതൽ ആവശ്യമുള്ള കേസാണ്. ഇനി ഇതല്ലാതെ വേറെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകുമെന്ന് നോക്കാം. സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസി, ഇൻഫെക്ഷൻസ്, ഹോർമോണൽ കോസസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ്, സെക്സ്, ഇതുകൊണ്ടൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഇനി പറയാൻ പോകുന്നത് ബ്ലീഡിങ്ങിൻ്റെ പ്രിവെൻഷനെ കുറിച്ചിട്ടാണ്. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, സ്റ്റെപ്പുകൾ കയറുന്നതൊക്കെ കുറയ്ക്കുക, അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ടെൻഷൻ അടിക്കുന്നത് പ്രഗ്നൻസിയെ ദോഷകരമായിട്ട് ബാധിക്കുകയുള്ളൂ. പിന്നെ ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻസും വൈറ്റമിൻസും കൃത്യമായിട്ട് കഴിക്കുക. പ്ലാൻഡ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങുന്നത് നല്ലതാണ്. അതുപോലെ ആ സമയത്ത് തൈറോയിഡ്, ഷുഗർ, രക്തത്തിൻ്റെ അളവ് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ആവശ്യമെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ഹസ്ബൻഡും വൈഫും ആദ്യമേ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുക. അതുപോലെ ഈ പ്രഗ്നൻസിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായവരും അതുപോലെ മുന്നേ ബ്ലീഡിങ് ഹിസ്റ്ററി ഉള്ളവരും ആ ഒരു സമയത്ത് സെക്സ് ചെയ്യുന്നതും അതുപോലെ ട്രാവൽ കൂടുതലായിട്ട് ചെയ്യുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ നാച്ചുറൽ അബോർഷൻ ആണെങ്കിൽ നമുക്ക് ബ്ലീഡിങ്ങിനെ തടയാൻ പറ്റില്ല. കാരണം പ്രകൃതി തന്നെ നല്ലതല്ലാത്തതിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഗർഭകാലത്തെ ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.